നമ്മൾ ഈ പട്ടിത്താനത്ത് ഒരു പാമ്പ് നോക്കാൻ വന്ന റവറങ്കാരായ മുഴുവൻ വെള്ളയാണ്. ഈ റവറങ്കാരായ്ക്ക് മുകളിലെങ്ങാണ്ടാണ് വീടെന്നാണ് പറഞ്ഞത്. തപ്പിപ്പിടിച്ച് ഒരു വിധത്തിൽ തപ്പിപ്പിടിച്ചാണ് ഇവിടം വരെ വന്നത്. പലരോട് ചോദിച്ചാണ്. ഇതാവട്ടെ വലിയ കുഴിയാണ്. പട്ടിത്താനം അങ്ങനെ താവട്ടെ വന്ന കുഴിയാന്ന് തോന്നുന്നു. ഇതിങ്ങനെ ഒരു മലയുടെ മുകളിലാങ്ങാണ്ടാണെന്നാണ് പറഞ്ഞത്. പക്ഷേ വഴിയൊന്നുമില്ല അങ്ങോട്ട് വീട്ടിലോട്ട് പോകാനായിട്ട്. വഴിയൊന്നും കാണുന്നില്ല. അവരിങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരെ നോക്കിയാൽ നിൽക്കുകയാണ് സംഭവം. മുകളിലോട്ടങ്ങോട്ട് കയറി പോകണമെന്നാണ് പറഞ്ഞത്. ഏതാണെന്നൊരു ഐഡിയയും കിട്ടുന്നില്ല. അതിൽ ഒത്തിരി തൊണ്ടൊക്കെ കാണുന്നുണ്ട്. കാശാങ്കുറ്റിയൊക്കെ പൂത്ത് നിൽപ്പുണ്ട്. നമ്മുടെ കാശാങ്കുറ്റിയൊക്കെ നമ്മുടെ നാട്ടിൽ കാണാനില്ല സാധനം കേട്ടോ. കാശാവുന്നു. ദേ കാശാവിൻ്റെ പണ്ട് ഇത് പൊട്ടിച്ച് പടക്കം ഉണ്ടാക്കുമായിരുന്നു. നമ്മുടെ കപ്പക്കോലെടുത്തിട്ട് കപ്പക്കോല് അതിൻ്റെ പൊങ്ങ് കളഞ്ഞിട്ട് അതിനകത്ത് കുത്തി നിറച്ച് പടക്കം പൊട്ടിക്കുന്ന ഓർക്കുന്നുണ്ടോ എല്ലാവരും ഒക്കെ ഓർക്കുന്നുണ്ടൊക്കെ പറയട്ടോ. ആ കറങ്ങുമല്ലേ. അത് വൈകിട്ട് വല്ലതും മരുന്ന് കഴിഞ്ഞൊന്ന് വന്നു പെടണമെങ്കിൽ ആ അതാ പുള്ളിയോട് പറഞ്ഞതാ. ആ ശ്മശാനത്തിൻ്റെ എല്ലാം കണ്ട് വഴിയുണ്ട്. ആ മരപ്പെട്ട് ആണല്ലേ. ഇതിനകത്ത് ഞാൻ കട്ടിലൊക്കെ ഇങ്ങനെ കുർബാന കൂടുമായിരുന്നു. ഇരുന്ന് കുർബാന കൂടി എന്നിട്ടപ്പോ ഞാൻ രാത്രിയിൽ കവർ തുപ്പാനായിട്ട് ആ പാത്രം നിരങ്ങുന്ന ഒച്ച കേട്ടപ്പോഴാണ് ഞാൻ നോക്കുന്നത്. അന്നേരം ഇതിന്റെ തല അടിയിലോട്ട് കട്ടിലിനടിയിൽ ചെന്നിട്ടുണ്ട്. സാധനമൊക്കെ ഇരിക്കുന്നുണ്ട്. ഒത്തിരി സാധനങ്ങളുണ്ട്. ഞാൻ കുറച്ചൊക്കെ ഇപ്പൊ ഞാൻ എടുത്ത് മാറ്റി. പക്ഷെ പണ്ടിങ്ങനെ താഴെ വന്ന് പിന്നെ ഒരു വളവളപ്പം പാമ്പിനെ ഇത് കടിച്ചോണ്ടിരിക്കുകയാണ്. വളവളപ്പം പാമ്പ് തിരിഞ്ഞ് ഇതിനെ കടിച്ചോണ്ടിരിക്കുവായിരുന്നു. പൊത്തിക്കറി ഇവൻ പിടിച്ചതാ. നമ്മളതിനെ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. എലിയുണ്ട്. ഇന്നലെ 2 എലിനെ ഞാൻ പിടിച്ചതാ. ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട്. ഈ കൈത എനിക്കെന്നോണ്ട് ഒത്തിരി എലി കൊണ്ടുപോകാൻ ഇപ്പൊ വലിയൊരു ശരിയാ.